അമ്മ കണ്ടുപിടിച്ച ഐഡിയ ആണ്. ഡ്രസ്സില് എന്താ കറയാവാതെക്കാൻ വേണ്ടിട്ട്. ഹായ് ഫ്രണ്ട്സ്, ഡിഡി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ, എനിക്ക് ഇന്ന് എക്സാം ആണ് ഗൈസ്. അതെ, +1 ഫസ്റ്റ് എക്സാം. അപ്പം ഇന്ന് കെമിസ്ട്രി ആണ്. അപ്പം ഞാൻ രാവിലെ എണീറ്റ് ആസ് യൂഷ്വൽ രാവിലെ എണീറ്റ് പഠിക്കുകയാണ്. എന്നെ ആരും വിളിച്ചില്ല, ഞാൻ സ്വന്തമായിട്ട് എണീറ്റതാണ്. 5:30ക്കാണ് എണീറ്റത്. പക്ഷേ ഞാൻ ടാബിലാണ് കേട്ടോ അലാറം വെച്ചത്. ഞാൻ നോക്കുമ്പോൾ ഇപ്പോഴാണ് ക്ലോക്കിൽ ഇപ്പോഴാണ് അടിക്കണത്. ഞാൻ എണീക്കുമ്പോൾ 5 മണി ടൈം. ഓക്കെ, വേഗം എണീറ്റു. ടാബിലേക്ക് നോക്കുമ്പോൾ 5:30 ടൈം. 5:30ക്കാണ് ടാബിൽ അലാറം വെച്ചത്. പക്ഷെ ക്ലോക്ക് തെറ്റാം. അപ്പം ഞാനിപ്പോൾ എണീറ്റ് പഠിക്കുകയാണെന്ന് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ഒരു ചാപ്റ്റർ ഉള്ളൂ. ആ ചാപ്റ്ററിൽ മറ്റേ കാണാതെ പഠിക്കാനുണ്ട്, പിന്നെ കുറച്ച് ന്യൂമറിക്കൽസും ഉണ്ട്. അത് ന്യൂമറിക്കൽസ് കുറച്ചുള്ളൂ, അത് പഠിക്കുകയാണ് ഗൈസ്. എങ്ങനെ ആയിരിക്കും ഫസ്റ്റ് എക്സാം എന്നൊന്നും അറിയില്ല, പേടിയാവുണ്ട് കുറച്ച് ചെറുതായിട്ട്. അപ്പം ടോട്ടൽ 5 എക്സാമാണ് ഞങ്ങൾക്ക് ഉള്ളത്. ഫ്രൈഡേത്തേക്ക് തീരുമായിരിക്കും. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേത്തേക്ക് തീരും. പിന്നെ ആദ്യമായിട്ട് ഞാൻ ഈ സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ കെമിസ്ട്രിയും ബയോളജി ഫിസിക്സും സെപ്പറേറ്റ് ആയിട്ട് എക്സാം എഴുതാൻ പോണത്. 10ാം ക്ലാസ് വരെ അങ്ങനെ അല്ലേന്നല്ലോ. അപ്പോൾ ആദ്യമായിട്ടാണ് കെമിസ്ട്രി മാത്രമായിട്ട് എഴുതാൻ പോണത് എക്സാം. മറ്റേത് മിക്സ് ആക്കിയാണല്ലോ എഴുതുക. 10ാം ക്ലാസ് വരെ കുട്ടികൾക്കുള്ള അറിയാലോ ഫ്രണ്ട്സ്. അപ്പം എനിക്ക് റെഡി ആവാൻ ടൈമായി. ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം റെഡി ആയി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പഠിക്കണം ഗൈസ്. ഇപ്പോൾ ഈ ക്ലോക്കിലത്തെ സമയം 6:15. അതെ, ടൈം പീസിലത്തെ സമയം 6:15. പക്ഷെ ശരിക്കും 6:35 ആയിട്ടുണ്ട്. അപ്പം ഞാൻ എന്നാൽ വേഗം കുളിക്കട്ടെ. 7:30 ആകുമ്പം ബസ് വരും, ലൈൻ ബസ്. അപ്പം ഇന്നലെയൊക്കെ ബോർഡിങ് സ്റ്റുഡൻസിന്, അവിടെ നിൽക്കുന്ന കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. സൺഡേ ഫുൾ ട്യൂഷൻ പോലെ എക്സ്ട്രാ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. അവിടുത്തെ ബോർഡിങ് സ്റ്റുഡൻസിന് മാത്രമേ ഉള്ളൂ. +1 ഞാൻ മാത്രമേ ഉള്ളൂ ഡേ സ്കോളറായിട്ട്. അപ്പോൾ എനിക്ക് ആ ക്ലാസ് മിസ്സായി ഗൈസ്. സോ കുഴപ്പമില്ല, ഞാൻ ഇവിടുന്ന് പഠിച്ചല്ലോ, സീനില്ല. അപ്പം ഞാനെന്നാൽ പോയി ഫ്രഷ് ആയിട്ട് വരാം. ആൻഡ് യൂണിഫോം ഇട്ടാണ് പോകേണ്ടത്. ഞങ്ങൾക്ക് മിനിഞ്ഞാന്നാണ് യൂണിഫോം കിട്ടിയത്, മിനിഞ്ഞാന്ന് വൈകുന്നേരം. അപ്പം ഇനി രാവിലെ ഇനിയിപ്പോൾ ഇട്ട് പോകണം. പക്ഷെ എനിക്ക് ബ്ലേസർ കിട്ടിയിട്ടില്ല. എൻ്റെ മുകളിൽ കൂടെ ഒരു ബ്ലേസർ ഇടാനുണ്ട്, അത് കിട്ടിയിട്ടില്ല. അത് ചിലപ്പം ഇന്നോ നാളെയൊക്കെ ആയിട്ട് കിട്ടുമായിരിക്കും. പക്ഷെ കുഴപ്പമില്ല, അത് കിട്ടില്ലേ, അത് കിട്ടുമ്പോൾ കിട്ടിയാൽ മതി. കാരണം ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാൻ എന്നാൽ പോയി റെഡി ആവട്ടെ. ആൻഡ് ദിസ് ഈസ് മൈ യൂണിഫോം. വൈറ്റ് ആണ് ഗൈസ്, പക്ഷെ ചെളിയാവാതെ നോക്കണം. ഇപ്പം തന്നെ ഇവിടെ എന്തൊക്കെയോ ചെളി ആയിട്ടുണ്ട്. ആൻഡ് വി ഷുഡ് ബി വെരി കെയർഫുൾ. ആൻഡ് ഞാനിതാ ഒരുങ്ങി വന്നു. ഫുഡ് കഴിച്ചിട്ടില്ല ഗൈസ്. അപ്പം ഫുഡ് കഴിക്കാനുണ്ട്, വിശക്കുന്നുണ്ട്. ടെൻഷൻ എനിക്ക് മറ്റേ സ്കൂളിൽ എക്സാം എഴുതാൻ മുമ്പ് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുള്ളൂ, വലിയ ടെൻഷനില്ല. പക്ഷെ ഉണ്ടല്ലോ, ഈ കോട്ടില്ലെങ്കിൽ രസം ഇത് അല്ലാത്തപ്പം മീൻസ് ഈ കോട്ടില്ലെങ്കിൽ ഒരു നല്ലൊരു ക്ലാസിക് ലുക്ക് ഉണ്ട്. വേറൊരു കോട്ട് കൂടെ വരാനുണ്ട്. ഇതിന് മോൾക്കൂടെ ഒരു കോട്ട് വരാനുണ്ട്. ഇതുപോലത്തെ യൂണിഫോം ആർക്കെങ്കിലും, ഈ കളർ യൂണിഫോം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അതെ, കമന്റ് ചെയ്യാം. ഞാൻ ഇന്നലെയോ മിനിഞ്ഞാന്നോ എവിടെയോ പോയപ്പം ടൗണിൽ കൂടെ ഞാനൊരു കുട്ടി ഇതേമാരത്തെ യൂണിഫോം ഇട്ട് വരുന്ന കണ്ടു. യൂണിഫോം അല്ല, ഡ്രസ്സാണ് തോന്നുന്നു, ഇട്ട് വരുന്ന കണ്ടു. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ പോസ്റ്ററിൽ ഒരു വലിയ പോസ്റ്റർ, എന്തോ പരസ്യത്തിന്റെ പോസ്റ്ററാണ്. അപ്പം അതിലും ഇതേമാരത്തെ ഒരു യൂണിഫോം. ഇവിടെ മറ്റേ ആ ഒരു ടൈ മാരത്തെ ഇങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ കറക്റ്റ് കാറ്ററിങ്. ഓക്കെ, എന്നാൽ ഫുഡ് കഴിക്കാം. ഇതിൽ ഇനി കറി ആവാതെ നോക്കണം. എനിക്ക് തോന്നണേ സ്കൂളുകാർ വൈറ്റ് യൂണിഫോം അല്ലെങ്കിൽ ലൈറ്റ് കളർ യൂണിഫോം തിരഞ്ഞെടുക്കാൻ കാരണം പപ്പ പറഞ്ഞ മാതിരി വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ശ്രദ്ധ കൂടും പറഞ്ഞില്ലേ. വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെളിയാവാതെ ശ്രദ്ധിക്കുമല്ലോ. പിന്നെ എന്നും വൈറ്റ് ഇടണവരൊക്കെ അവര് ഭയങ്കര ശ്രദ്ധ, നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായിരിക്കും ഈ പാർട്ടിക്കാരൊക്കെ വെള്ള ഇടണം. അതുകൊണ്ടാണോ കോൺസെൻട്രേറ്റഡ് ആയി നിൽക്കാൻ എപ്പോഴും. ഇതാ 3 സെറ്റ് സോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 സെറ്റിന്റെ ബാഗിൽ ഇരിക്കണ്ടായിരുന്നു കേട്ടോ. ഗ്രേ സോക്സ് ആണ്, പക്ഷെ ബ്ലാക്ക് ആണ്. നൈസാ കളറ്. ഭാഗ്യത്തിന് വൈറ്റ് ആക്കിയില്ലല്ലോ.
ഈ കഞ്ഞി ഞാൻ കുടിക്കണ്ടേന്. അമ്മ കണ്ടുപിടിച്ച ഐഡിയ ആണ്. ഡ്രസ്സില് എന്താ കറാവാതൊക്കാൻ വേണ്ടിട്ട് സ്പൂണൊക്കെ വെച്ച്. ഞാൻ മറ്റേ ഈ ഇംഗ്ലീഷുകാരൊക്കെ എങ്ങനെ തിന്നണ, അപ്പൊ ഒരു ഇതിനൊക്കെ ഇരിക്കുന്നില്ല എങ്ങനെ തിന്നണേ. ഞങ്ങൾക്ക് എന്തായാലും ലഞ്ച് ബ്രേക്കിന് സ്പൂണും ഫോർക്കും വെച്ചിട്ടാണ് കഴിക്കേണ്ടത്. സ്പൂണും ഫോർക്കും ഒന്നരാടേ ഉള്ളൂ. മീൻസ് മൺഡേ സ്പൂൺ ഫോർക്ക് ആണെങ്കിൽ ട്യൂസ്ഡേ വേണ്ട, വെനസ്ഡേ ആണെങ്കിൽ തേഴ്സ്ഡേ വേണ്ട. പിന്നെ ബിരിയാണി അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ കൈ കൊണ്ട് കഴിക്കാം, ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഫ്രണ്ട്സ്, എക്സാമിന് ടെൻഷൻ ആവുന്നുണ്ട്. എക്സാം ഇതാ ഇനിയിപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ നടക്കും. ഞാൻ ഇവിടെയാണ്. ഞാൻ അവിടെ ചെല്ലുന്നു, സ്കൂളിൽ ചെല്ലുന്നു, ക്ലാസ്സിക്ക് ഇരിക്കുന്നു, ഇരുന്ന് പേപ്പർ കിട്ടുന്നു നേരെ. പിന്നെ 8:30 മുതൽ 10:15 വരെ എക്സാം. അത് കഴിഞ്ഞാൽ പിന്നെ സാധാ നോർമൽ ക്ലാസ്. 1.5 മണിക്കൂറാണ് എക്സാം. 40 മാർക്കിൻ്റെ 40 മാർക്കിൻ്റെ എക്സാം, 1.5 മണിക്കൂർ എക്സാം. എൻട്രി ലെവൽ അസസ്മെന്റ് എന്നാണ് ഇതിന് പറയണത്. പക്ഷെ ഞാൻ PT1 എന്നാ പറയല്, പീരിയോഡിക് ടെസ്റ്റ് 1. ബേബി എണീറ്റാലും ഗുരുജി അവനിക്ക് അവനിക്ക്. പണ്ട് ദേവുവിന് ദേക്കും ഒരേ ടൈമിൽ പോയാൽ മതിയായിരുന്നു. അപ്പോൾ ദേവ് പോയി കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കറക്റ്റ് 1 മണിക്കൂറാകുമ്പോൾ ദിയമോക്കും പോകണം. കറക്റ്റ് 7:30 ദേവുവിന് ബസ് വരും, ദിയമോക്ക് കറക്റ്റ് 8:30 ബസ് വരും. നീറ്റേ ആവാം ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഇറങ്ങണം കേട്ടോ, ലേറ്റ് ആയി ഗൈസ്. അപ്പോൾ സോക്സ് ഇടുകയാണ്, ബ്ലാക്ക് സ്റ്റിക്കറൊന്നും അയച്ചിട്ട് മാറ്റിയിട്ടില്ല. എവിടെ സൈസുള്ള സ്റ്റിക്കർ മൊത്തത്തിന് ചൂട്. ബൈക്ക് കൊണ്ട് ഞാൻ പോകും ഓർമ്മിപ്പിച്ചോട്ടോ. അപ്പം ചേച്ചി സ്കൂളിൽ പോയി ഇനി 1 മണിക്കൂറും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും കൂടി സ്കൂളിലേക്ക് പോകണം. പിന്നെ ഇതെന്താണെന്നറിയോ? ഇത് ബ്രഷ് ഇട്ട് വെക്കുന്ന ഇതാണ്. ഞങ്ങളുടെ ഈ ഷെൽഫിൻ്റെ ഉള്ളിൽ ബ്രഷ് ഇട്ട് വെക്കണം. അതിൻ്റെ ഉള്ളിൽ കോക്രോച്ചൊക്കെ ഇതിടുക. പിന്നെ അതിൻ്റെ പുറത്ത് അപ്പോൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ കുളിക്കട്ടെ. കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് കുളിക്കും കേട്ടോ. സ്കൂളിലേക്ക് പോകുമ്പോൾ പെട്ടെന്നാണല്ലോ. ഇനിയും 1/2 മണിക്കൂറിനുണ്ടാവും ബസ് സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ. ഇപ്പോൾ ദേവുവിന് നേരത്തെ പോകുന്നതുകൊണ്ട് ദിയമോളും ഇപ്പോൾ കുറച്ച് നേരത്തെ എണീക്കും. മറ്റേത് ദിയമോളാണ് ഏറ്റവും വൈകിപ്പിക്കുന്നത് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ദിയമോള് സമയമാകുമ്പോൾ പെട്ടെന്ന് റെഡിയാവും. ഇപ്പോൾ 7:30 ആയി. 8:30 ആകുമ്പോഴത്തേക്കിന് ദിയമോക്ക് പോകണം. സ്ഥിരമായിട്ട് ഞാൻ 3ാം ക്ലാസ്സിലാവുമ്പോൾ ചേച്ചി ആയിരിക്കും നേരത്തെ, ഞാനായിരിക്കും വൈകിട്ട്. ഞങ്ങൾ എപ്പോഴും വൈകിട്ടായിരുന്നു. ഇപ്പോൾ 4ാം ക്ലാസ്സിൽ നിന്ന് ഞാൻ ഒട്ടും വൈകിട്ടല്ല, ഞാൻ നേരത്തെ. ഇനി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഉണ്ടാവും നിൽക്കാൻ. അപ്പോൾ ഞാൻ ഫോൺ കണ്ടേക്കും. ദിയമോക്ക് ഹിന്ദീൻ്റെ ക്ലാസ് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ഞാൻ പഠിച്ചതാണ്. ശരി. എന്താ പെട്ടെന്ന് വന്നല്ലോ? ബസ് കിട്ടിയോ? ആണോ? അടച്ചില്ലായിരുന്നോ? കുഴപ്പമില്ല, എനിക്ക് പോകുമൊന്നുമില്ല. എനിക്ക് നല്ല മോളാ. കണ്ടേ കാക്കു കണ്ടേ. ദിയമോക്ക് സ്നാക്സിന് റംബൂട്ടാനാണ് കേട്ടോ. പിന്നെ ലഞ്ചിന് രസം, പിന്നെ അച്ചാറ്. പേരൊന്നും ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കിയാലും ദിയമോള് കഴിക്കൂല. പിന്നെ രസം അച്ചാറ് നോക്കിയില്ലേ? രസം ദിയമോക്ക് ഇഷ്ടട്ടോ. രാവിലെ രസം ഉണ്ടാക്കി
രസത്തിലെ കഷ്ണമൊന്നും ഇഷ്ടമില്ല, ചാറ് മാത്രം ഇഷ്ടം മതി. ചാറും രസം ഉണ്ടെങ്കിൽ നമ്മൾ ഫുൾ ഹാപ്പി ആയിരിക്കും. കുറെ കറികളുണ്ടായിട്ട് ഒരു കാര്യമില്ല, ഒരു ആരും തിന്നില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞു, ഞാൻ കഴിക്കാൻ പോവാണ്. രസം നല്ല രസമുണ്ട്. മഴ പെയ്യുന്നുണ്ടല്ലേ? പച്ചപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, ഞാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.